തൃശൂർ ചാലക്കുടി മേലൂരിൽ കിണർ ഇടിഞ്ഞു താന്നു. മേലൂർ സ്വദേശി നെറ്റിക്കാട് ജോസ് തോമസിന്റെ വീട്ടിലെ കിണറാണ് ഇടിഞ്ഞു വീണത്. റവന്യൂ വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. തൃശൂരിൽ നിന്ന് ലെവിൻ കെ വിജയൻ കൂടുതൽ വിശദാംശങ്ങൾ നൽകും. ലെവിൻ, എപ്പോഴായിരുന്നു ഈ സംഭവം? എന്താണ് അവിടെ ഉണ്ടായതെന്നാണ് പ്രാഥമികമായി റവന്യൂ വകുപ്പ് അധികൃതർ അടക്കം മനസ്സിലാക്കുന്നത്? സംഗീത, കിണർ ഇടിഞ്ഞു വീണത് ഇന്ന് പുലർച്ചെയാണെന്നാണ് വീട്ടുകാരുടെ അടക്കം നിഗമനം. ചാലക്കുടി മേലൂർ സ്വദേശി നെറ്റിക്കാടൻ ജോസ് തോമസിന്റെ വീട്ടിലെ കിണറാണ് ഇത്തരത്തിൽ ഇടിഞ്ഞു താണിരിക്കുന്നത്. ഇന്ന് രാവിലെ ആളുകൾ എത്തി ബന്ധുവീട്ടിൽ പോയിരുന്ന വീട്ടുടമസ്ഥനടക്കം എത്തിയപ്പോഴാണ് ഈ കിണർ ഇടിഞ്ഞു താണ നിലയിൽ കാണുന്നത്. ഇന്നലെ രാത്രി 9:30 ഈ കിണറ്റിൽ നിന്ന് മോട്ടർ അടിച്ച് വെള്ളം എടുത്തിരുന്നതാണ് വീട്ടുകാർ. പക്ഷേ ഇന്ന് രാവിലെ ഇത് സംഭവിച്ചു എന്നുള്ളതാണ് കരുതപ്പെടുന്നത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായതെന്ന് ഒരു വ്യക്തത ഇനിയും വന്നിട്ടില്ല. താരതമ്യേന മഴ കുറവുള്ള ദിവസങ്ങളായിരുന്നു ചാലക്കുടി മേലൂർ ഭാഗങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ. പക്ഷേ കാലവർഷക്കെടുതിയെ തുടർന്നാണോ ഇത്തരമൊരു പ്രതിഭാസം സംഭവിച്ചതെന്നടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധിച്ചു വരികയാണ്. മേലൂർ വില്ലേജ് ഓഫീസറും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. ഈ സംഭവത്തെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്നാണ് ഇവർ പറയുന്നത്. ഏതായാലും നിറയെ വെള്ളമുണ്ടായിരുന്ന കിണറായിരുന്നു, വർഷങ്ങളായി ഉപയോഗിച്ചു വന്നിരുന്ന കിണറായിരുന്നു. അത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായി. കിണർ ഇടിഞ്ഞു താണതിന്റെ കാരണം ഇനിയും വ്യക്തമാകാൻ കഴിഞ്ഞിട്ടില്ല. സംഗീത. ശരി ലെവിൻ.